മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ മലപ്പുറത്തേക്ക് പോയിക്കൂടാ. കഴിഞ്ഞ 8-9 കൊല്ലം കൊണ്ട് മലപ്പുറത്തെ ഒരു തീവ്രവാദ ജില്ലയാക്കി എടുക്കാനുള്ള ടാർഗറ്റ് ചെയ്തിട്ട് അവിടുത്തെ ആളുകളെ ഏകദേശം വെറുപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഭൂരിപക്ഷം ഹിന്ദു വോട്ട് എന്നുള്ള ടാർഗറ്റൊക്കെ ശബരിമല പൊട്ടിപ്പോയി. ഇനിയിപ്പം മുസ്ലിങ്ങളുടെ ഒരു കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ നടത്തിയിരുന്ന എല്ലാ ഫൈറ്റുകളും ഐഡിയോളജിക്കലാണ്. അതിലെവിടെ മാറ്റം വരുത്താൻ പറ്റുക? ഞങ്ങളിങ്ങനെ അപ്പം കാണുന്നവനെ അപ്പം എന്ന് വിളിക്കുന്ന CPM നിലപാടുള്ളവരല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുണ്ട്. പിണറായി വിജയൻ നിർബന്ധ ബുദ്ധിയെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങൾ ചിലയിടങ്ങളിൽ അവരുമായി സഖ്യമുണ്ടായിരുന്നു. ആ ഇടങ്ങളെ കേരളത്തിൽ ഇപ്പോഴും ഉള്ളൂ. UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ബീച്ചിൽ UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാവരും ഉണ്ട്. അതിൽ KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു പ്രചരണം? കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രചരണത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങൾ ഏറ്റെടുത്തൊരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് UDF മത്സരിക്കുന്നത് എന്ന് പറയേണ്ട കാര്യം പോലുമില്ല. അത്രമേൽ ഒരു ജനവിരുദ്ധമായ ഭരണം നയിച്ച ഒരു കോർപ്പറേഷൻ സിസ്റ്റത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നമ്മുടെ മേയർ സ്ഥാനാർത്ഥി PM നിയാസ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു അട്ടിമറി, ഒരു ഭരണത്തിൻ്റെ അട്ടിമറി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രതീക്ഷ UDFിൻ്റെ മികവിനേക്കാൾ യഥാർത്ഥത്തിൽ LDFിൻ്റെ തകർച്ചയുടെ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ UDF ഭയങ്കരമായ പ്രിപ്പയർ ചെയ്ത് ഞങ്ങളങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ മോശപ്പെട്ട ഒരു ഭരണം ജനങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള തിരിച്ചടി എന്നുള്ള ആൾക്ക് തന്നെ എന്തായാലും കോർപ്പറേഷനിൽ UDFിൻ്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പായിട്ട് കൂടി മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി പ്രചരണത്തിൽ ഇപ്പോൾ നാടുതോറും വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം അതിലൊക്കെ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് മൂപ്പരെടുത്ത് പറയുന്നത്. ഒരു 10-15 മിനിറ്റ് അതിനുവേണ്ടി മാത്രം സമയം ചിലവാക്കുന്നു. അല്ല, മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ മലപ്പുറത്തേക്ക് പോയിക്കൂടാ. കഴിഞ്ഞ 8-9 കൊല്ലം കൊണ്ട് മലപ്പുറത്തെ ഒരു തീവ്രവാദ ജില്ലയാക്കി എടുക്കാനുള്ള ടാർഗറ്റ് ചെയ്തിട്ട് അവിടുത്തെ ആളുകളെ ഏകദേശം വെറുപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ പോകാവുന്ന ഒരു സാഹചര്യമല്ല. പിന്നെ കുറച്ചൊരു സേഫായിട്ട് നിൽക്കാവുന്ന കോഴിക്കോട് എന്നുള്ള ആൾക്ക് ഇവിടെ വന്ന് ജമാഅത്തെ ഇസ്ലാമിനെയും പറഞ്ഞിട്ട് പതുക്കെ തടിയെടുക്കുക. ഏതായാലും ഭൂരിപക്ഷം ഹിന്ദു വോട്ട് എന്നുള്ള ടാർഗറ്റൊക്കെ ശബരിമല പൊട്ടിപ്പോയി. ഇനിയിപ്പം മുസ്ലിങ്ങളുടെ ഒരു കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ്. വളരെ കോൺഫിഡൻസ് ഇല്ലാത്ത 8 കൊല്ലത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും പൊതുയോഗമാണ് നമ്മളിപ്പോൾ ഈ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ജയിക്കുന്നത്. UDFിന് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം വേണ്ട, അപ്പോൾ താങ്കൾ ഉൾപ്പെടെ വലിയ തോതിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചിരുന്നതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ആ ബാന്ധവത്തെ ന്യായീകരിക്കാൻ പറ്റുക? ന്യായീകരിക്കുന്നില്ലല്ലോ ഞങ്ങൾ ആ ബാന്ധവത്തെ എങ്ങനെ ന്യായീകരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ നടത്തിയിരുന്ന എല്ലാ ഫൈറ്റുകളും ഐഡിയോളജിക്കലാണ്. അതിലെവിടെ മാറ്റം വരുത്താൻ പറ്റുക? ഞങ്ങളിങ്ങനെ അപ്പം കാണുന്നവനെ അപ്പം എന്ന് വിളിക്കുന്ന CPM നിലപാടുള്ളവരല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുണ്ട്. രാഷ്ട്രീയ കോർപ്പറേഷനിലെ ഒരു തോന്നിവാസത്തിനെതിരെ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ജമാഅത്ത് ഉണ്ടോ വെൽഫെയർ ഉണ്ടോ എന്നല്ല ഞങ്ങൾ നോക്കണത്. ഞങ്ങളുടെ രാഷ്ട്രീയ സഖ്യങ്ങളിൽ എവിടെയാണ് ഉള്ളത് അത് പറയട്ടെ. CPM പറഞ്ഞൊരു പിണറായി വിജയൻ നിർബന്ധ ബുദ്ധിയെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങൾ ചിലയിടങ്ങളിൽ അവരുമായി സഖ്യമുണ്ടായിരുന്നു. ആ ഇടങ്ങളെ കേരളത്തിൽ ഇപ്പോഴും ഉള്ളൂ. അതുകൊണ്ട് അവരുണ്ടാക്കുന്നത് നല്ലതും ഞങ്ങളുണ്ടാക്കുന്ന മോശമൊന്നുമില്ല. ഞങ്ങളുണ്ടാക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ജനങ്ങളെ വേർതിരിച്ചെടുക്കേണ്ട പണിയൊന്നും മുഖ്യമന്ത്രി എടുക്കണ്ട. ആ ജനങ്ങൾ ഈ നാട്ടിലെ പബ്ലിക്സാണ്. വെൽഫെയർ പാർട്ടി ഉണ്ടെങ്കിൽ അവരും ഉണ്ടാവും. ആരുണ്ടെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരുത്തിൻ്റെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. ഭരണത്തിന് വിരുദ്ധമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരെ മുഖ്യമന്ത്രി വേർതിരിക്കാനും നോക്കണ്ട. അവർ ഭരണവിരുദ്ധരാണ്. ആ കൂട്ടായ്മയുടെ ലീഡർഷിപ്പ് ഞങ്ങൾക്കുണ്ട്. അത്രേ ഉള്ളൂ. CPM നേരത്തെ ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ വോട്ട് തേടി പോയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അങ്ങനെയല്ല. ഞങ്ങൾ നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാം. ഞങ്ങൾ ആ കാര്യത്തിൽ 2 കൂട്ടരും വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ സംബന്ധിച്ച റെക്കോർഡ്സ് ഇവിടെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, SDP ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും CPM ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജീവിച്ചിരിപ്പുണ്ട്. കാരണം അവരുടെ ഭരണം കഴിഞ്ഞിട്ടില്ലല്ലോ, അവർ ജീവിച്ചിരിപ്പുണ്ട്. ഈ ലോകത്ത് പണ്ടത്തെ കാലത്ത് റഷ്യയിലേക്ക് നോക്കൂ ചൈനയിലേക്ക് നോക്കുന്നൊന്നും പ്രസംഗിച്ച കാലമല്ല. കുട്ടികളോട് പറഞ്ഞാൽ അപ്പോൾ ഒരു ഫോൺ എടുത്ത് നോക്കൂ. ഈ കാലത്തൊക്കെ ഈ ജാതിയും തുണ പറയാൻ പിണറായി വിജയനല്ലാതെ ലോകത്തൊരു മനുഷ്യന് സാധിക്കില്ല. UDFിൻ്റെ വേദികളിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നുണ്ട്, വെൽഫെയർ പാർട്ടിയുടെ കൊടി ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ജനകീയ കൂട്ടായ്മകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അതുണ്ടാവാം. നേരത്തെ പിണറായി വിജയൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ. അപ്പോൾ പിണറായി വിജയൻ ഒറ്റപ്പെട്ടതാവാം, ബാക്കിയുള്ളവർക്ക് പറ്റില്ല എന്നുള്ള ന്യായം. ആ ന്യായത്തിന് മറുപടി മൂപ്പര് പറഞ്ഞാൽ മതി, ഞങ്ങൾ പറയണില്ല. പ്രാദേശിക ധാരണകൾ മാത്രമാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ളത് എന്നും അതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് നേരത്തെ CPM വ്യാഖ്യാനിച്ച പോലെ ഇപ്പോൾ UDFും അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് KM ഷാജിയുടെ വിശദീകരണം. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം ES രഞ്ജിത്ത്, റിപ്പോർട്ടർ.